ഇനി നമ്മൾ യൂണിയനിൽ എന്താണ് നമ്മൾ യൂണിയൻ എന്താണെന്നാണ് കാണാൻ പോകുന്നത്. യൂണിയൻ സ്ട്രക്ചർ കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് സ്ട്രക്ചറിൽ നിന്ന് ബോറോ ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂണിയൻ എന്ന് പറയുന്നത്. സ്ട്രക്ചറിൻ്റെ അതേ സിൻടാക്സ് തന്നെയാണ്. കീവേഡ് സ്ട്രക്റ്റിന് പകരം ഇവിടെ യൂണിയൻ എന്നായിരിക്കും. സ്ട്രക്റ്റിന് പകരം ഇവിടെ യൂണിയൻ എന്നാണ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മെമ്പേഴ്സും ഡിഫർ ചെയ്യുന്ന മെമ്പറാണ് എന്ന് പറഞ്ഞാൽ പല പല ടൈപ്പുകൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇൻഡ്, ഫ്ലോട്ട്, ക്യാരക്ടർ അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കണ്ടെയ്ൻ മെമ്പേഴ്സ് ഹൂസ് ഡാറ്റ ടൈപ്സ് ഡിഫർ. ഓക്കെ, ഇതിനകത്തുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റേ സ്ട്രക്ചറും യൂണിയനും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതാണ് അതിൻ്റെ കീ പോയിന്റ്. കീ പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോറേജിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് മേജർ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് ഓരോ മെമ്പറിനും അതിൻ്റെതായ മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ റിപ്പീറ്റ്, in structure each member has its own storage location. Okay, while in union all members share the same storage area. ഇതാണ് അതിൻ്റെ തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. യൂണിയൻ ഈസ് യൂസ്ഡ് ടു കൺസർവ് മെമ്മറി കൺസർവ് ചെയ്യാൻ, മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ യൂസ് ചെയ്യുന്നത്. മെമ്മറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറിൽ ഓരോ മെമ്പറിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും. പക്ഷേ യൂണിയനിൽ എല്ലാ മെമ്പറിനും കൂടി ഒരു സ്റ്റോറേജ് ഏരിയ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും കോമൺ സ്റ്റോറേജ് ഏരിയ ആണ്. അവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ നേരത്തെ സ്ട്രക്ചറിൽ ഇൻഡും ഫ്ലോട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്തില്ലേ? മാർക്ക് 1 എന്താണ്, റോൾ നമ്പർ, നെയിം, മാർക്ക് 1, മാർക്ക് 2. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ മെമ്മറി ലൊക്കേഷനും അതിൻ്റെ അകത്താണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. യൂണിയനിൽ അങ്ങനെയല്ല, എല്ലാത്തിനും കൂടി ഒരു കോമൺ സ്റ്റോറേജ് ഏരിയ, അവിടെയാണ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂണിയൻ കണ്ടെയ്ൻ മെനി മെമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രക്ചർ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് പല പല ടൈപ്പുള്ള മെമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മൾ വേറൊരു കേസ് കഴിഞ്ഞ ഇതിൽ പറഞ്ഞു എല്ലാത്തിനും കൂടി ഒരു കോമൺ മെമ്മറി ഏരിയ, ഒരു സ്റ്റോറേജ് ഏരിയ ആണ് സ്റ്റോർ ചെയ്യുന്നതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസിനെ ആക്സസ് ചെയ്യുക? അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താ റെസ്ട്രിക്ഷൻ? ഒറ്റ ടൈം ഒരു മെമ്പറിനെ മാത്രമേ ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് അതിൽ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ അതിൻ്റെ അകത്തുള്ള ഒരു വാല്യൂ, ആ മെമ്പേഴ്സിലുള്ള ഒരു വാല്യൂവിനെ മാത്രമേ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏതാണ് ഇപ്പം സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിനെ വേണം നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അത് ഒരു ബുക്ക് കീപ്പിംഗ് അതിൻ്റെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. യൂണിയൻ നമ്മൾ സ്ട്രക്റ്റ് എന്ന് നേരത്തെ യൂസ് ചെയ്തതിന് പകരം ഇവിടെ യൂണിയൻ എന്നാണ് ഉപയോഗിക്കുക. ഇത് സ്ട്രക്ചറിൻ്റെ പേര് ഉപയോഗിച്ച പോലെ ഇവിടെ യൂണിയൻ്റെ നെയിമാണ്. ഇനി അതിൻ്റെ മെമ്പേഴ്സിനെ എല്ലാം നമ്മൾ പറയുന്നു സെമി കോളൻ. ഓക്കെ, യൂണിയൻ എന്ന് പറയുന്ന കീവേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ യൂണിയൻ വേരിയബിൾസിനെ എങ്ങനെയാണ് നേരത്തെ സ്ട്രക്റ്റിനെ എങ്ങനെയാണ് ചെയ്തത്? സ്ട്രക്റ്റ് നെയിം എന്നിട്ട് വേരിയബിൾ 1, വേരിയബിൾ 2 എന്ന് എഴുതി. അതുപോലെ ഇവിടെ യൂണിയൻ നെയിം വേരിയബിൾ 1 അല്ലേ? ഇത് യൂണിയൻ്റെ ഡെഫിനിഷൻ, ഇത് യൂണിയൻ്റെ ഡിക്ലറേഷൻ. യൂണിയൻ്റെ ഡെഫിനിഷൻ, യൂണിയൻ്റെ ഡിക്ലറേഷൻ. നമ്മൾ നേരത്തെ സ്ട്രക്ചറിന് ഒരു ഡെഫിനിഷനും സ്ട്രക്ചറിൻ്റെ ഡിക്ലറേഷനും പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ സെയിം തിങ് ഇവിടെ സ്ട്രക്റ്റിന് പകരം യൂണിയനാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിൾ പിന്നെ നമുക്ക് മറ്റേതിൻ്റെ വേരിയേഷൻ പോലെ ഇതിൻ്റെ അകത്തും നമുക്ക് ഇത് സെപ്പറേറ്റ് എഴുതാതെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എഴുതാം. യൂണിയൻ നെയിം എന്നിട്ട് ഈ കേളി ബ്രാക്കറ്റ് കഴിഞ്ഞ പാടെ വേരിയബിൾ 1, വേരിയബിൾ 2 എക്സെട്ര അപ് ടു സെമി കോളൻ. അപ്പോൾ അവിടെ നമുക്ക് എഴുതാം. പിന്നെ ഇങ്ങനത്തെ കേസിൽ ഈ നെയിം ഓപ്ഷണലാണ്. ഇതെല്ലാം ആ സ്ട്രക്ചറിൻ്റെ എല്ലാ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും. ഈ നെയിമിനെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും ഇവിടെ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇങ്ങനെ കഴിയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നെയിം ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനെ കോമൺ ആയിട്ട് തന്നെ നമ്മളിവിടെ എഴുതുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതുമ്പോൾ നമുക്ക് ഈ നെയിമിനെ വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, എങ്ങനെയാണ് ഇനി ഇതിൻ്റെ മെമ്മറി അലക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കിപ്പം യൂണിയൻ്റെ അകത്ത് പല പല ടൈപ്പുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും ലാർജസ്റ്റ് വേരിയബിൾ ഏതാണോ അതിൻ്റെ മെമ്മറി ആണ് ശരിക്കും പറഞ്ഞാൽ കമ്പൈലർ അലക്കേറ്റ് ചെയ്യുക.
ഓക്കെ, ലാർജസ്റ്റ് മെമ്മറി ഏതിനാണോ, ഏത് മെമ്പറിനാണോ വേണ്ടത് ആ മെമ്പറിന് വേണ്ട മെമ്മറിയാണ് അലക്കേറ്റ് ചെയ്യുക, അതായിരിക്കും അലക്കേറ്റ് ചെയ്യുക. അതിലാണ് ഈ എല്ലാ വാല്യൂസും സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ അറ്റ് എ ടൈം ഒരെണ്ണത്തിൻ്റെ വാല്യൂ മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഓക്കെ, ദറ്റ് ഈസ് ലാർജ് ഇനഫ് ടു ഹോൾഡ് ദ ലാർജസ്റ്റ് വേരിയബിൾ ടൈപ്പ്. അതാണ് നോക്കുക. ഇപ്പോൾ യൂണിയൻ ഐറ്റം എക്സാമ്പിളാണ്. യൂണിയൻ ഐറ്റം കേളി ബ്രാക്കറ്റ്സിൽ കോഡ് സെമിക്കോളൻ. അപ്പം ഞാനൊരു യൂണിയൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഐറ്റം എന്നാണ് ആ യൂണിയൻ്റെ പേര്. 3 മെമ്പേഴ്സാണുള്ളത്, ഒരു ഇൻറ്റിജർ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ്, ഒരു ക്യാരക്ടർ. ഓക്കെ, അതിന് ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, കോഡ്. ഓക്കെ, കോഡ്. അപ്പം കോഡിന് ഇപ്പം 3 മെമ്പേഴ്സ് ഉണ്ട്, എമ്മും എക്സും സിയും. ഓക്കെ, അതിനെ ആക്സസ് ചെയ്യാൻ കോഡ് ഡോട്ട് എം, കോഡ് ഡോട്ട് എക്സ്, കോഡ് ഡോട്ട് സി അങ്ങനെയാണുള്ളത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് അറ്റ് എ ടൈം എനിക്ക് ഒരെണ്ണം മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ലൊക്കേഷൻ മാത്രമേ അലക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് മെമ്മറി ഏതാ അലക്കേറ്റ് ചെയ്യുക? ഇതിൻ്റെ അകത്തുള്ള, ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്തുള്ള മാക്സിമം ഏതിനാണോ മെമ്മറി വേണ്ടത് ആ മെമ്മറി ആയിരിക്കും അലക്കേറ്റ് ചെയ്യുക. ഇൻറ്റിജറിന് എത്ര ബൈറ്റാണ്? നമ്മുടെ 16 ബിറ്റിൻ്റെ കണക്ക്, 16 ബിറ്റ് പ്രോസസറിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇൻറ്റിജറിന് 2 ബൈറ്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് 4 ബൈറ്റ്, ക്യാരക്ടറിന് 1 ബൈറ്റ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഏതാണ്? ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. അപ്പം ഇതിന് 4 ബൈറ്റ്സ് ആയിരിക്കും അലക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യുന്നത്. എമ്മിന് 2 ബൈറ്റ്സ് ആണ്, എക്സിന് 4 ബൈറ്റ്സും സിക്ക് 1 ബൈറ്റും ആണ്. അപ്പോൾ ഇതിൻ്റെ ലാർജസ്റ്റ് എക്സിനാണ് വന്നിരിക്കുന്നത്. സോ 4 ബൈറ്റ്സ് ആയിരിക്കും അലക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം സിക്കും എമ്മിനും എക്സിനും അപ്പം മാക്സിമം 4 ബൈറ്റ്സ് അല്ലേ, അപ്പോൾ അത് ആ 4 ബൈറ്റ്സ് ആണ് അലക്കേറ്റ് ചെയ്യുക. ഇത് അതിൻ്റെ അഡ്രസ്സാണ്. ഒരു എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുകയാണ്, ഇങ്ങനെയല്ല, ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യൂണിയൻ ഐറ്റം, ഇപ്പം നേരത്തെ പോലെ തന്നെ വേരിയബിൾ. ഇപ്പോൾ കോഡ് ഡോട്ട് എം ഒരു എക്സാമ്പിൾ അറിയാം. കോഡ് ഡോട്ട് എം ഇസ് ഈക്വൽ ടു, നമ്മൾ സ്ട്രക്ചറിനെ ആക്സസ് ചെയ്ത പോലെ ഇതിൻ്റെ മെമ്പറിനെ ആക്സസ് ചെയ്യാം. കോഡ് ഡോട്ട് എം ഇസ് ഈക്വൽ ടു 379. അപ്പം ഞാൻ അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുകയാണ്. പ്രിൻ്റ് എഫ് %d കോഡ് ഡോട്ട് എം, ഞാൻ വാല്യൂവിനെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമല്ലോ, 379 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി കോഡ് ഡോട്ട് എക്സ് ഇസ് ഈക്വൽ ടു 785.45. ഓക്കെ, അപ്പം എക്സിൻ്റെ വാല്യൂ ഞാൻ സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ ഞാൻ പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഏത് പ്രിൻറ്റ് ചെയ്യും? 785.45. അറ്റ് എ ടൈം ഞാൻ എം സ്റ്റോർ ചെയ്തു, എമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ കോഡ് ഡോട്ട് എം ഞാൻ ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? ഇത് ഓൾറെഡി ആ മെമ്മറിയിൽ എക്സിൻ്റെ വാല്യൂ സ്റ്റോർഡ് ആയി. പിന്നെ ഞാൻ എമ്മിനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കിയാൽ എററായിരിക്കും, എറോണിയസ് റിസൾട്ട് ആയിരിക്കും വരുന്നത്. നമുക്ക് വിചാരിച്ച രീതിയിൽ ചിലപ്പം റിസൾട്ട് വരണം എന്നില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. യൂണിയന് വേണമെങ്കിൽ സ്ട്രക്ചറിൻ്റെ മെമ്പർ ആവാം, അതുപോലെ പിന്നെ സ്ട്രക്ചറിന് വേണമെങ്കിൽ യൂണിയൻ്റെ മെമ്പർ ആവാം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് ഓക്കെ, യൂണിയൻ ഒരു യൂണിയനാണ്, IG എന്ന് പറയുന്ന യൂണിയൻ. അതിൻ്റെ അകത്ത് കളർ 12 സൈസുള്ള കളർ അറേ ഉണ്ട്, ദെൻ ഇൻറ്റിജർ സൈസ് ഉണ്ട്. ഇപ്പോൾ ഇതിന് ടോട്ടൽ സൈസ് എത്ര വരും? ഇതിന് എത്ര മെമ്മറി അലക്കേറ്റ് ചെയ്യുക? എത്ര അലക്കേറ്റ് ചെയ്യും? അപ്പം ആദ്യം ക്യാരക്ടർ 12 ബൈറ്റ്സ് ആണ് ഇതിന് വേണ്ടത്. ഓക്കെ, 12 ബൈറ്റ്സ്. ഇതിന് 2 ബൈറ്റ്സ്. ഏതിനാണ് മാക്സിമം വേണ്ടത്? ഇപ്പോൾ 12 ബൈറ്റ്സ് അലക്കേറ്റ് ചെയ്യും. ഓക്കെ, മാക്സിമം ഇതിനാണ് വേണ്ടത് 12 ബൈറ്റ്സ്. അപ്പോൾ ആ 12 ബൈറ്റ്സ് ആയിരിക്കും അലക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനൊരു വേരിയബിൾ IDയുടേത് വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ ആ വേരിയബിളിന് 12 ബൈറ്റ്സ് ആയിരിക്കും അലക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി സ്ട്രക്ട് ക്ലോത്ത്സ്, കാർ മാനുഫാക്ചർ, ഫ്ലോട്ട് കോസ്റ്റ്, യൂണിയൻ ID ഡിസ്ക്രിപ്ഷൻ, ഇതിൻ്റെ ഒരു വേരിയബിൾ ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഷർട്ട്, ട്രൗസർ. അപ്പോൾ ഷർട്ടിനും ട്രൗസറിനും എത്ര ബൈറ്റ്സ് ആണ് അലക്കേറ്റ് ചെയ്യുക? ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, കപ്പാസിറ്റി എത്രയാണ്? ക്യാരക്ടർ ഇവിടെ 20 ബൈറ്റ്സ് ആണ്. ഓക്കെ, ഇതിന് 4 ബൈറ്റ്സ് ആണ്. ഇതിന് ആക്ച്വലി 12 ബൈറ്റ്സ് ആണ്, യൂണിയൻ അല്ലേ, അതുകൊണ്ട് 12 ബൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഷർട്ടിനും ട്രൗസറിനും എത്ര ബൈറ്റ്സ് വരും? 20 പ്ലസ് ഇതിന് ഓരോന്നിനും സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള എല്ലാത്തിനും ഓരോ പിന്നെ സെപ്പറേറ്റ് മെമ്മറി അലക്കേഷനാണ്. അപ്പോൾ 20 ബൈറ്റ്സ് പ്ലസ് 4 ബൈറ്റ്സ് 24 ആയി. ഇനി ഇവിടെ 12 ബൈറ്റ്സ്, 24 പ്ലസ് 12 34 36. ഓക്കെ, 36 ബൈറ്റ്സ്. ഓക്കെ, സോ സ്ട്രക്ചറിൻ്റെ മെമ്പർ
യൂണിയനായി ഇവിടെ കണ്ടോ. തിരിച്ചും വേണമെങ്കിൽ യൂണിയൻ്റെ മെമ്പർ സ്ട്രക്ചറും ആവാം. ഓക്കെ, ദിസ് ഇസ് ദ കേസ്. ഇനി ഇതിൻ്റെ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. യൂണിയൻ്റെ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് മറ്റേ സ്ട്രക്ചറിൻ്റെ മെമ്പറിനെ ആക്സസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാമെന്ന് കണ്ടു. എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കുക. ഓക്കെ, ഷർട്ട് ഡോട്ട് കോസ്റ്റ്, ഷർട്ട് ഡോട്ട് മാനുഫാക്ചർ, ഷർട്ട് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ ഡോട്ട് കളർ, ഷർട്ട് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ ഡോട്ട് സൈസ്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ മെമ്പേഴ്സിനെ എല്ലാം ആക്സസ് ചെയ്യാം. ഓക്കെ, യൂണിയൻ മെമ്പേഴ്സ് ആർ പ്രോസസ്ഡ് ഇൻ ദ സെയിം വേ ആസ് ദ സ്ട്രക്ചർ. സ്ട്രക്ചർ മെമ്പറിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ എല്ലാം ഇതിൻ്റെ അകത്തും പോസിബിൾ ആണ്. ഓക്കെ, സോ ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ സ്റ്റോറേജിൻ്റെ കൺസെപ്റ്റിൽ മാത്രമേ ഉള്ളൂ. അത് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് യൂണിയൻ്റെ അകത്ത് മാക്സിമം സൈസ് അതിൻ്റെ അകത്ത് ഏതിനാണോ മെമ്പറിന് വേണ്ടത് ആ മെമ്മറി ആയിരിക്കും അലക്കേറ്റ് ചെയ്യുന്നത്. അറ്റ് എ ടൈം ഒരു പെർട്ടിക്കുലർ ഡാറ്റയെ മാത്രം അതിൻ്റെ അകത്തുള്ള മെമ്പറിനെ മാത്രമേ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ യൂസ് ചെയ്യാനോ പറ്റുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ സം അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. നമ്മളിപ്പം പഠിച്ച കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദെൻ ദിസ് ഈസ് ഓൾസോ അനദർ ക്വസ്റ്റ്യൻ. പ്രെഡിക്റ്റ് ദി ഔട്ട്പുട്ട്. ഈ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഞാൻ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻ ഇവിടെ സൈസ് ഓഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് കൂടി ഒന്ന് സൈസ് ഓഫ് ആ വാക്കിൽ തന്നെയുണ്ട്. സൈസ് ഓഫ് അതിൻ്റെ സൈസ് കണ്ടുപിടിക്കുക. എത്ര മെമ്മറിയാണ് അതിന് അലക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനാണ് ആ സൈസ് ഓഫ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഡാറ്റ ടൈപ്പ് അതിന് പാരാമീറ്റർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വേരിയബിളിന് അതിൻ്റെ അകത്ത് പാരാമീറ്റർ ആയിട്ട് കൊടുക്കാം. അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു വേരിയബിളിനോ ഡാറ്റ ടൈപ്പിനോ എത്ര മെമ്മറിയാണ് എന്നുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരിക. ആ പെർട്ടിക്കുലർ കമ്പൈലറിൽ എത്രയാണ് മെമ്മറി സിസ്റ്റത്തിൽ എത്രയാണ് അലക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മൾ സൈസ് ഓഫ് ഇൻറ്റ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 16 ബിറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2 ആയിരിക്കും. അങ്ങനെ ഒരു കമ്പ്യൂട്ടറിലാണെങ്കിൽ 2 ബൈറ്റ്സ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. സൈസ് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് ആയിരിക്കും, 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇനി ഫ്ലോട്ട് ബി എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റിൻ്റെ ഒരു വേരിയബിളാണ്. സോ സൈസ് ഓഫ് ബി എന്ന് വേണമെങ്കിലും എനിക്ക് കൊടുക്കാം. ഞാൻ സൈസ് ഓഫ് ഫ്ലോട്ട് അല്ല കൊടുത്തിരിക്കുന്നത്, സൈസ് ഓഫ് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് 4 എന്നായിരിക്കും വിളിക്കുക. 4 ബൈറ്റ്സ് അല്ലേ, 4 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. 16 ബിറ്റ് പ്രോസസ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി അല്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ.